ഇന്ന് രാത്രികാലം വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നാം വന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. റോമൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 30-33 30 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവവചനമായി ദൈവവചന അല്ലെങ്കിൽ പഠനമായിട്ടും നിങ്ങളുടെ മുമ്പാകെ ഞാൻ സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗങ്ങൾ. ഏകദേശം 46ഓളം ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡികൾ നമുക്ക് ഇതിനോടകം പൂർത്തീകരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നടത്തിപ്പുമാണ് എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഏതാനും ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ നമ്മൾ റോമാലേഖനത്തിൻ്റെ പഠനം പൂർത്തീകരിക്കപ്പെടുകയാണ്. ദൈവം എല്ലാവരെയും വീണ്ടും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ വേദഭാഗം, അതായത് റോമാലേഖനം 15-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വേദഭാഗത്ത് നാം ശ്രദ്ധിച്ച് വായിച്ചാൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ സഹോദരന്മാരെ, യഹൂദിയയിലെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. റോമാലേഖനത്തിൻ്റെ അവസാനത്തെ ഒരു അധ്യായം എന്ന നിലയിലും അല്ലെങ്കിൽ അവസാന അധ്യായങ്ങളിൽ ഒരു അധ്യായം എന്ന നിലയിലും വേദപഠിതാക്കളുടെയൊക്കെ അഭിപ്രായത്തിൽ റോമാലേഖനം 15 അധ്യായം മാത്രമാണ് പൗലോസിൻ്റെ കയ്യാൽ അല്ലെങ്കിൽ പൗലോസ് അത് രേഖപ്പെടുത്തിയ ഒരു സഭയോടുള്ള ആത്മീയ ദൂതായിട്ട് രേഖപ്പെടുത്തിയതെന്നും ബാക്കി 16-ാമത്തെ അധ്യായം പിന്നീട് പൗലോസിനാൽ തന്നെ അത് എഴുതി ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ പൗലോസിൻ്റെ ശിഷ്യഗണങ്ങളിലൂടെ അത് രചിക്കപ്പെടുകയോ ചെയ്തതാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാരണം 33-ാമത്തെ വാക്യം ഒരു ആമേൻ പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ചില ഗ്രീറ്റിങ്സ് എന്ന നിലയിൽ 16-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും അത് നമ്മുടെ ഇന്നത്തെ ചിന്തയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവവചനം വേദഭാഗങ്ങളൊക്കെ പഠനം നടത്തിയപ്പോൾ എന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചതായ ചില ആലോചനകളും ദൈവവചന പഠനമായി അത് അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് ബൈബിൾ കണ്ടിട്ടുള്ള ഏറ്റവും അഗ്രഗണ്യനായ ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും പ്രമുഖനായ ഒരു വിശ്വാസിയാണ്. ബൈബിളിൻ്റെ താളുകളിലൂടെ നാം പരിശോധിച്ച് നോക്കിയാൽ, ഇഫ് യു ജസ്റ്റ് ക്രോസ് ഓവർ ദി പേജസ് ഓഫ് ദി ബൈബിൾ, വി കുഡ് സീ Paul as a gigantic figure in the Christendom or in the Christian circle. Paul is considered as a giant. അത്രമാത്രം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ പൗലോസിൻ്റെ ഈ വ്യക്തിപ്രഭാവവും ഈ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര ഉയർന്നവനും എത്ര ശ്രേഷ്ഠനായ വ്യക്തിയാണെങ്കിലും അദ്ദേഹം ദൈവജനത്തോട് ആവശ്യപ്പെടുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. വേദപുസ്തകത്തിൽ പല അവസരങ്ങളിലും പൗലോസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5:25. അതോടൊപ്പം തന്നെ 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെയും പൗലോസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജനത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം, എത്ര മഹാനായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ എത്ര ശ്രേഷ്ഠനെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അങ്ങനെയുള്ള വ്യക്തിക്ക് പോലും എന്താവശ്യമാണ്? പ്രാർത്ഥനയുടെ വലയം, പ്രാർത്ഥനയുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നാം ചിന്തിക്കരുത് ചിലർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ല. എല്ലാ തലത്തിലുമുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിൽ വളരെ ഉന്നതമെന്ന് തോന്നുന്ന വ്യക്തിയും
വളരെ താണ നിലയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയും ഒരുപോലെ അർഹതപ്പെട്ടതാണ് എന്ത്? പ്രാർത്ഥന. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി. മാത്രമല്ല, ഈ വേദഭാഗങ്ങൾ എന്നെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവനാമത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്ക് വേണ്ടി, അപ്പോസ്തോലന്മാർക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി, കർത്തൃ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥന കഴിക്കണമെന്നത് ഈ വാക്യങ്ങളിലൂടെ എന്നെ ബോധിപ്പിക്കുകയാണ്. ദൈവദാസന്മാർ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വേലക്കാർ ഒത്തിരി വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പോരാട്ടങ്ങളിലൂടെയും കഴിഞ്ഞു പോകുന്നവരാണ്. അവരെ പ്രാർത്ഥനയിൽ കവർ ചെയ്യേണ്ട വലിയൊരു ചുമതല ദൈവമക്കളായ എല്ലാവർക്കും മേൽ ഉണ്ട് എന്നുള്ളത് പൗലോസിൻ്റെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. So every spiritual giants, there are someone for them praying behind the curtain. എല്ലാ ഉന്നതരായ സുവിശേഷകരുടെയും ദൈവദാസന്മാരുടെയും വേലക്കാരുടെയും ഒക്കെയും പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയുടെ പോരാട്ടം കഴിക്കുന്നവരുണ്ട് എന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സ്വർഗത്തിലോളം ചെന്ന് സ്വർഗത്തിൻ്റെ അനുഭവങ്ങളെ സ്പർശിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഒരു ദൈവ പുരുഷൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നിലുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഈ ദൈവത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നവരായ ആളുകൾ, അല്ലെങ്കിൽ പൗലോസിനെ പോലെയുള്ള ആളുകളെ മാത്രമേ മുഖ്യധാരകളിൽ കാണാറുള്ളൂ. എന്നാൽ പൗലോസിൻ്റെ പിന്നിൽ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘത്തെ നമുക്ക് മുഖ്യധാരകളിൽ കാണാൻ കഴിയത്തില്ല. അവരെക്കുറിച്ച് പ്രശംസിക്കുന്നത് കേൾക്കാൻ കഴിയത്തില്ല. അവർക്ക് അഭിനന്ദനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയത്തില്ല. അവരെ മറ്റുള്ളവരുടെ സമക്ഷത്തിൽ പുകഴ്ത്തുന്നതോ നന്ദി പറയുന്നതോ നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ദൈവിക പ്രതിഫലനങ്ങൾ വാങ്ങുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ പോരാടുന്നവർ എന്ന് ഞാൻ ഈ തരുണത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്ന് ശുശ്രൂഷിക്കുകയും പ്രസംഗിക്കുകയും ഇടയപരിപാലനമൊക്കെ ചെയ്യുമ്പോഴും എന്നെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ഒരു ജനം ഉണ്ടെങ്കിൽ എന്നെക്കാട്ടിൽ കൂടുതൽ പ്രതിഫലം നിത്യതയിൽ ലഭിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ പോരാട്ടം കഴിച്ചവർക്കാണ് എന്ന് ഞാൻ വളരെ ശക്തമായി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളവരെ ആരും അംഗീകരിച്ചെന്ന് വരുന്നേക്കേയില്ല. അങ്ങനെയുള്ളവരെ ആരും റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. അവരെ ഒന്ന് ആദരിക്കുകയോ നന്ദി പറയുകയോ ചെയ്യണമെന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സംഘം എപ്പോഴും വളരുന്ന സഭയിലും ശുശ്രൂഷയിൽ മുന്നേറുന്ന ദൈവദാസൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുള്ളത് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, എനിവേ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ഈ വേദഭാഗങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ചിന്ത, പൗലോസ് റോമിലുള്ള സഭയോട് പറയുകയാണ് പ്രാർത്ഥിക്കണമെന്ന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഈ പൗലോസ് താൻ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ജനത്തോട് ഓർപ്പിക്കുന്ന ഒരു വിഷയം, ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട്. അത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേ ബി വേഗത്തിന് ശരിയാകട്ടെ. അപ്പോൾ ഇന്നത്തെ ചിന്ത എൻ്റെ ഞാൻ ആ ചിന്ത മുഴുവൻ ശ്രദ്ധ പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് എ ഇൻ്റർസെസറി പ്രെയർ, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ന ഒരു തലത്തിലേക്ക് ഇന്നത്തെ ഈ
ചിന്തയെ ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കതിനാധാരമായി വായിക്കാനായിട്ടുള്ളത് ഈ പറയപ്പെട്ട വേദഭാഗങ്ങൾ തന്നെയാണ്. അതിനായി ഒന്നാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് എ വൺ ഹൂ പ്രേയേഴ്സ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ ഷുഡ് ബി ഡെലിജൻറ്റ് ഇൻ ഹിസ് പ്രേയർ, പ്രാർത്ഥനയിൽ എപ്പോഴും ഉത്സാഹിയായിരിക്കണം. ഡിസ്പ്ലേയിൽ അത് കാണിക്കാനായിട്ടുള്ള ചില സാങ്കേതിക പ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ കാണുന്നില്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പൗലോസ് ആഗ്രഹിക്കുന്നത്, എ പേഴ്സൺ ഹു ഇൻറ്റർസീഡ് ഹിസ് പ്രെയർ ഷുഡ് ബി ഡെലിജൻറ്റ് ഇൻ പ്രെയർ, വളരെ ഉത്സാഹത്തോടെ സമർപ്പണത്തോടെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്നതാണ് അവിടെ ഓർപ്പിക്കുന്നത്. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ വാക്ക് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ. ഇംഗ്ലീഷിൽ പറയുന്ന നൗ ഐ ഏർജ് യു, ഇത് തന്നെയാണ് 12-ാമത്തെ അധ്യായത്തിലും പൗലോസ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴും ഇംഗ്ലീഷിലും ദെയർഫോർ ഐ ഏർജ് യു. ഈ 15-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലും പൗലോസ് പറയാണ് ഐ ബിസീച്ച് യു, ഐ ഏർജ് യു. ആ ഏർജ് എന്നുള്ള വാക്ക് തന്നെ ഇറ്റ് ബ്രിങ്സ് ആൻ വെരി സ്ട്രോങ് ഇംപ്രഷൻ, ഒരു സ്ട്രോങ് വേർഡാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ ഓർത്താലൊന്ന് പ്രാർത്ഥിക്കണമേ. നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാസത്തിന് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിഷയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, നമ്മൾ പറയുമ്പോഴേ അറിയാം നമുക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കത്തൊന്നും ഇല്ലെന്നുള്ളത്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് തനിക്ക് വേണ്ടി വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണമേ എന്ന് തന്നെ താൻ ഓർപ്പിക്കുകയാണ്. ഹീ സ്ട്രോങ്ലി കമൻഡിങ് ദാറ്റ് ബ്രദേഴ്സ് ഓർ ഐ ഏർജ് യു ടു പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താൻ ഓർപ്പിക്കുകയാണ്. അവിടെ ഒരു വാക്കുണ്ട് ഏർജ് അല്ലെങ്കിൽ ബിസീച്ച്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവരുടെ പിന്നിൽ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ സംഘം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മറ്റൊരു തലത്തിൽ ശുശ്രൂഷയ്ക്ക് വലിയൊരു അനുഗ്രഹവും വിടുതലും ആയിത്തീരും. ഈ ഡെലിജൻസ് ഓഫ് പ്രെയറിൽ ഇല്ലെങ്കിൽ ഈ പൗലോസ് പറയുന്ന ഈ ഡെലിജൻസിനകത്ത് 3 കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഓർപ്പിക്കാം. ഒന്ന്, ദ ഫസ്റ്റ് തിങ്, ദ മോട്ടീവ് ഓഫ് ദ പ്രെയർ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിന്നിലെ ചേതോവികാരം, ദ മോട്ടീവ്. അവിടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നത്, മലയാളത്തിൽ വായിച്ചു വരുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് അത് ആദ്യം മുതലേ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റിൽ 32-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രബോധിപ്പിക്കുന്നത് പൗലോസ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്താണ്? പ്രൈസ് ദി ലോർഡ്, ജീസസ് ഷുഡ് റിസീവ് ഓൾ ഗ്ലോറി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ചാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് പൗലോസ് പറയുകയാണ്, എനിക്കെന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടാനായിട്ടല്ല, എനിക്കെന്തെങ്കിലും ഒരു പ്രശംസ ഉണ്ടാകാൻ വേണ്ടിയല്ല, എൻ്റെ എന്തെങ്കിലും ഒരു നേട്ടത്തിനായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്, മറിച്ച് എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയുടെ പരിണതഫലം എനിക്കെന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ലഭിക്കും എന്നതല്ല, മറിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ ചേതോവികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ഒരു വസ്തുത പറയാം, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു വിഷയത്തിന് ഒരു മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശോധിക്കേണ്ടതായ ഒരു കാര്യം, ഈ വിഷയത്തിൽ ദൈവത്തിന് സകല മഹത്വവും വെളിപ്പെടുന്നുണ്ടോ?
വെളിപ്പെടുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന ഒരു ശരിയായ മധ്യസ്ഥ പ്രാർത്ഥനയല്ല, അത് സ്വയ താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇറ്റ് ഈസ് എ സെൽഫിഷ് പ്രയർ. So the right interceding prayer or intercessory prayer is driven by looking into the glory of God. യേശുവിൻ്റെ മഹത്വത്തെ കാണുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മോട്ടീവ്. അപ്പോൾ നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം കർത്താവിന് മഹത്വം ഉണ്ടാക്കുന്നതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് പ്രാർത്ഥനയുടെ ആവശ്യമാണ്. അപ്പോൾ ഒന്ന്, ഇറ്റ് ഈസ് ഫോർ ദ ജീസസ് സേക്ക് ആൻഡ് ജീസസ് ഗ്ലോറിഫിക്കേഷൻ. അവിടെ തന്നെ ഒരു കാര്യം, രണ്ടാമത്തെ ഒരു മോട്ടീവ് കൂടെ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച്, ദ ലവ് ഓഫ് ദി സ്പിരിറ്റ്, ഓർ ഇൻ അതർ വേർഡ്സ് ലവ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഞാനിപ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എന്തോ ഒരു വലിയ ഉത്തരവാദിത്വമായതുകൊണ്ടോ, എൻ്റെ എന്തെങ്കിലും ഒരു ചടങ്ങായതുകൊണ്ടോ, എൻ്റെ എന്തെങ്കിലും ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി എന്നതല്ല, എനിക്ക് ആ ആത്മാവിനോടുള്ള സ്നേഹത്തിലാണ് ഞാൻ പ്രാർത്ഥന. അപ്പോൾ പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, എൻ്റെ ശുശ്രൂഷയിലൂടെയും എന്നിലൂടെയും ക്രിസ്തു എന്ത് ചെയ്യണം? മഹത്വവൽക്കരിക്കപ്പെടണം. രണ്ട്, ഹല്ലേലൂയ, ദൈവജനത്തോടും ആത്മാവിനോടുമുള്ള സ്നേഹത്തിൻ്റെ പരിണിതഫലമായിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് എന്ന് പൗലോസ് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. സോ ദ ഫസ്റ്റ് motive, first diligence in prayer, the first thing is motive of our prayer. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ പിന്നിലെ ചേതോവികാരം. രണ്ടാമത്, ഈ ഡെലിജൻസ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശുഷ്കാന്തി എന്ന് വേണം അതിനെ വിളിക്കാം. പ്രാർത്ഥനയുടെ ശുഷ്കാന്തി. അപ്പോൾ ഒന്ന്, പ്രാർത്ഥനയുടെ ശുഷ്കാന്തി ഉള്ളടക്കം ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ ചേതോവികാരത്തിലാണ്. ഇറ്റ് കൺസിസ്റ്റ് അണ്ടർ ദി മോട്ടീവ് ഓഫ് പ്രെയർ. രണ്ടാമത്തത്, ഈ പ്രാർത്ഥനയുടെ ഉത്സാഹം അല്ലെങ്കിൽ അതിൻ്റെ വലിയ ഡെലിജൻസ് നിലനിൽക്കുന്നത് ഇൻ ദ മിനിസ്ട്രി ഓഫ് പ്രെയർ. ആ പ്രാർത്ഥനയുടെ രീതിയിലാണ് നമ്മൾ അതിനകത്തെ താല്പര്യത്തെ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്തുള്ള ഡെലിജൻസ് മനസ്സിലാകുന്നത്. അതിൻ്റെ മിനിസ്ട്രിയിലാണ്, അതെങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതിലാണ്. അവിടെ നാം കാണുന്നൊരു കാര്യം, പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നൊരു കാര്യം 31 വാക്യത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. സോ പ്രെയർ, ഇൻ്റർസെസറി പ്രെയർ ഈസ് എ സ്ട്രൈഫ്, ഈസ് എ വാർ. അതൊരു യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വാസ്തവത്തിൽ എന്താണ്? ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു വലിയ പോരാട്ടം തന്നെയാണ്. ഇറ്റ്സ് എ വാർ, ഇറ്റ്സ് എ സ്ട്രൈക്ക്, ഇറ്റ്സ് എ സ്ട്രൈഫ്, ഇറ്റ്സ് എ റെസ്ലിംഗ്. So the second thing is second diligence of prayer comes under the ministry of the prayer, and that prayer is like a wrestling. അതൊരു പോരാട്ടമാണ്, അതൊരു വലിയ യുദ്ധമാണ്. ആരോട് യുദ്ധം? മനുഷ്യരോടല്ല, മറ്റ് വ്യക്തികളോടൊന്നുമല്ല. യുദ്ധം നടത്തുന്നത് ആരോടെന്ന് ചോദിച്ചാൽ പിശാചിനോട്, പിശാചിൻ്റെ ശക്തികളോട്, കോട്ടകളോട്, അതിൻ്റെ വ്യാപാരങ്ങളോട് ആണ് നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയിൽ മുന്നേറുന്നവനാണ് പോരാട്ടമുള്ളത്. അല്ല, യുദ്ധത്തിലെ ഫ്രണ്ടിൽ യുദ്ധം ചെയ്യുന്നവനാണ് കൂടുതൽ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ആക്രമണത്തിനൊക്കെ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ച് പാത്തിരിക്കുന്നവനാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, കർത്താവേ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കും തോറും എനിക്ക് ഇതിനകത്ത് വിടുതലുണ്ടാകുന്നതിന് പകരമായിട്ട് വീണ്ടും ഞാൻ പോരാട്ടം കഴിക്കുകയാണല്ലോ എന്ന് നമ്മൾ സാധാരണ നമുക്ക് തോന്നാറുണ്ട്.
കാര്യം മറ്റൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറുന്നത്, പ്രാർത്ഥനയിൽ രംഗത്ത് വരുന്നത് ആർക്കും ഇഷ്ടമല്ലെന്നറിയാമോ? പിശാചിന് ഇഷ്ടമല്ല. പ്രാർത്ഥിക്കാത്തവനെ ചിലപ്പോൾ പിശാച് മൈൻഡ് ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കാത്തവനെ ചിലപ്പോൾ പിശാച് അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ സ്വാഭാവികമായിട്ട് സാധാരണ ഒഴുക്കിൽ അവൻ ജീവിച്ചു പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ സമീപിക്കുമ്പോൾ പിശാചിന് 2 ഏറിയയിലാണ് നഷ്ടമുണ്ടാകുന്നത്. 1, നമുക്കൊരു വിടുതൽ. 2, യേശുവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നു, യേശു ഉയരുന്നു, യേശുവിൻ്റെ നാമം അവിടെ മഹിമപ്പെടുന്നു. ഇത് രണ്ടും പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറയുന്നത് ശരി, നല്ലതാണെങ്കിലും പ്രാർത്ഥന എപ്പോഴും ഒരു പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വി ആർ എൻറ്ററിങ് ഇൻ ടു എ വാർ ഫ്രണ്ട്. നമ്മളൊരു യുദ്ധത്തിനകത്ത് കയറി നിൽക്കുകയാണ്, യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രത്തോളം പ്രാർത്ഥനയിൽ കൺസിസ്റ്റൻ്റ് ആകുന്നുണ്ടോ അത്രത്തോളം അതിന് എതിരെയുള്ള ശക്തിയും ഉയർന്നിൽക്കുമെന്നുള്ളത് ഒരു വാസ്തവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ എത്രമാത്രം ഉത്സാഹവും താല്പര്യവും സമർപ്പണവും കാണിക്കുമോ അത്രത്തോളം നിങ്ങൾക്കതിൻ്റെ എതിർശക്തി നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു ദിവസമാണല്ലോ, പ്രാർത്ഥിക്കാതെ പോകുന്ന ഒരു ദിവസമാണല്ലോ, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എന്നാൽ പ്രാർത്ഥനയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചുണ്ടാകുന്നു. അതുകൊണ്ട് ഈ അവസരത്തെയാണ് പൗലോസ് പറയുന്നത്, അത് പോരാടേണ്ട ഒരു വിഷയമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോരാടാം. അപ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ 2 കാര്യം നടക്കും. 1, ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ വിജയിക്കും. 2, ഞാൻ ശുശ്രൂഷയിൽ വിജയിച്ചാൽ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടും. ഈ 2 വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് പിശാച് അതിനെ ഏത് വിലയും കൊടുത്ത് തടയും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ വാർ, അതൊരു വാർഫെയറാണ്, യുദ്ധ വിഷയമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ മുന്നേറ്റത്തിന് ആഗ്രഹിക്കുന്നവർ, സഭയുടെ ആത്മീയ ഉണർവ് ആഗ്രഹിക്കുന്നവർ, സഭയിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളുടെ വ്യാപാരം ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയുടെ കുറച്ച് പോരാളികൾ രംഗത്ത് വരാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ആ പോരാളികൾ ശക്തരായിരിക്കണം, പോരാളികൾ ഇടിവിൽ നിൽക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം. ആ പോരാളികൾ പ്രാർത്ഥനയിൽ എല്ലാ പോരാട്ടവും കഴിക്കാൻ ശക്തരായിരിക്കണം. അങ്ങനെയെങ്കിൽ റിസൾട്ട് എന്താണെന്നറിയാമോ? ശത്രുവിൻ്റെ കോട്ടകൾ തകരും. ശത്രുവിൻ്റെ കോട്ടകൾ തകരുകയും പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷയുടെ അനുഭവങ്ങൾ വെളിപ്പെടുകയും പ്രൈസ് ദി ലോർഡ് ദൈവജനം വിടുതൽ പ്രാപിക്കുന്നത് കാണുകയും ചെയ്യും. പൗലോസ് ഇത്രമാത്രം ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും പൗലോസ് ആ നീഡ് വളരെ ഡെസ്പറേറ്റായിട്ട് പറയുകയാണ്. പൗലോസ് അനേകരോട്, ജാതികളോടെല്ലാം സുവിശേഷം പറയുമ്പോഴും പൗലോസിനറിയാം ഇറ്റ് ഈസ് എ വെരി ടഫ് തിങ് unless and until it is covered by the power of the prayer. പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനെ വലയം ചെയ്തില്ലെങ്കിൽ that will be very tough program. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാരമല്ല. പ്രയർ ഈസ് എ സ്പിരിച്വൽ വാർഫെയർ. നമ്മൾ സാധാരണ ഉഴപ്പ് പ്രാർത്ഥന ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പ്രാർത്ഥന വാസ്തവത്തിൽ എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തെ ടച്ച് ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഓർത്ത് നോക്കിക്കോണം, നമ്മൾ സ്വർഗത്തിൽ ചെന്ന് സ്വർഗത്തെ തൊടുന്ന അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ഹയർ ആൻഡ് എ വെരി റിസ്കി ഒരു എൻഗേജ്മെൻ്റ് ആണ്. വി ആർ ഗോയിങ് ആൻഡ് എൻഗേജിങ് ആൻഡ് ടച്ചിങ് ഇൻ ടു ദ ഹെവൻ. ആൻഡ് ആ ഹെവനിൽ പോയി തൊടുന്ന ആ പ്രാർത്ഥനയിൽ പിശാച് അതിനെ പല ആവർത്തി തടയും. സോ ഇറ്റ് ഈസ് എ വാർഫെയർ. സോ പൗലോസ് പറയാണ്, ദിസ് ഈസ് ദ ഡെലിജൻസ് ഓഫ് ഇൻ്റർസെസറി പ്രയർ. ഇതാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്സാഹം. 1, the motive, that is to glorify Jesus and coming under the
love of the Spirit or love of the people. Secondly, the ministry of this prayer, if it is prayed with a warfare situation, with a wrestling attitude, with a striving attitude, then only that will be called as, then only it will be considered as intercessory prayer. ഇടിവിൽ നിന്ന് മധ്യസ്ഥ അണയ്ക്കുന്ന പ്രാർത്ഥന. സോ നൗ സെക്കൻഡ്ലി, രണ്ടാമത്തെ ഒരു വിഷയം പൗലോസ് ഈ പ്രാർത്ഥനയുടെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഡെലിജൻസിനെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ വിഷയം, ഡെലിജൻസിനെ അല്ല, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർസെസറി പ്രെയറിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയം, ദാറ്റ് ഈസ് ദി ഡീറ്റെയിൽ ഓഫ് ദിസ് പ്രെയർ. ഒന്നാമത്തേതായിരുന്നു ഡെലിജൻസ് ഇൻ പ്രെയർ. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഒന്ന്, ദ മോട്ടീവ് ഓഫ് പ്രെയർ ആൻഡ് ദ മിനിസ്ട്രി ഓഫ് പ്രെയർ. രണ്ടാമത്തെ വിഷയമാണ് ഡീറ്റെയിൽ ഇൻ പ്രെയർ. എന്തിനു വേണ്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പൗലോസ് ആഹ്വാനം ചെയ്തത്? ഒന്ന്, അതിൻ്റെ 31 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും വായിക്കുന്നു, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടെ പോരാടണമെന്ന്. അതിനു മുമ്പ് 30 വാക്യം മുതൽ വായിച്ചു വരാം. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ 31 വാക്യത്തിൽ വായിച്ചത്, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും. ഈ 3 ഡീറ്റെയിൽസ് പൗലോസ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയാണ്. അത് ഞാൻ വിശദമായിട്ട് പറയാം. ഒന്ന്, പോൾ വാണ്ട്സ് ദാറ്റ് ഹീ മേ വാക്ക്, ഓർ പോൾ വാണ്ടഡ് ദാറ്റ് ഹീ നീഡ് ടു വാക്ക് വിത്ത് എ പ്രൊട്ടക്ഷൻ. പോൾസ് വാക്ക് മൈറ്റ് ബി പ്രൊട്ടക്റ്റഡ്. പൗലോസിൻ്റെ നടപ്പ്, പൗലോസിൻ്റെ യാത്ര സുരക്ഷിതമാകപ്പെടണം. സോ ഫോർ പ്രൊട്ടക്ഷൻ പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. പോൾസ് വാക്ക് മൈറ്റ് ബി പ്രൊട്ടക്റ്റഡ്. പൗലോസിൻ്റെ നടപ്പ്, പൗലോസിൻ്റെ യാത്ര സംരക്ഷിക്കപ്പെടണം. അതിനവർ പറയുന്ന കാര്യം, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? എന്നെ രക്ഷിക്കണം. 2, യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം ലഭിക്കുന്ന വിശുദ്ധന്മാർക്ക് പ്രസാദവുമായി തീരണം. അപ്പോൾ ഒന്നാമത്തേത്, ഹീ ഷുഡ് ബി ഗെറ്റ് പ്രൊട്ടക്റ്റഡ്. യെരുശലേമിലെ ആളുകൾ പൗലോസിനെ വളരെയധികമായി എതിർത്തിരുന്നു. കാരണം പൗലോസിനെ യെരുശലേമിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ ക്രിസ്ത്യാനികളെ മുടിക്കാനായിട്ടൊക്കെ എല്ലാം കച്ചകെട്ടി അവനെ എല്ലാം റെഡിയാക്കി അധികാരപത്രമൊക്കെ കൊടുത്ത് വിട്ടത്. പോയ ആൾ എന്ത് ചെയ്തു? തിരിച്ച് രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായിട്ട് മടങ്ങി വന്നു. അപ്പോൾ ഇതുപോലെ കലി കയറിയിരിക്കുന്നവരാണ് യെരുശലേമിലെ ആളുകൾ. അവനെ കൊല്ലാൻ അപ്പോസ്തല പ്രവൃത്തി 23 അധ്യായം വായിച്ച് മുഴുവൻ വായിക്കുമ്പോൾ ഏകദേശം 40ഓളം ആളുകൾ അവനെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ പൗലോസ് പറയുന്നത്, അവരെ എതിർക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാൻ വേണ്ടിയല്ല. എപ്പോഴും നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ആത്മീയ ശക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മീയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വതവേ നമുക്ക് മേലെ ഉയരുന്നതായ എല്ലാവിധ സുരക്ഷിതമില്ലായ്മയും ദൈവം കവർ ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അതാര് ആയിക്കൊള്ളട്ടെ, ഞാനോ മറ്റാരോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, pray for the leaders, they may be protected. എന്ന് പറഞ്ഞാൽ പിശാച് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ലീഡേഴ്സിനെ കയ്യിലെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സഭ മുടിച്ചു കളയാൻ എളുപ്പം ആരെ കയ്യിലെടുത്താൽ മതി? ലീഡറിനെ കയ്യിലെടുത്താൽ മതി, അല്ലേ? സാധാരണപ്പെട്ട ഒരു വ്യക്തി ഞായറാഴ്ച മാത്രം വന്ന് ബാക്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോകുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് പോകുന്ന ഒരാളെ പിശാച് കയ്യിലെടുത്താൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല. എന്നാൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലീഡേഴ്സിൽ ഒരാളെ പിടിച്ചാൽ എന്ത് ചെയ്യാൻ സംഭവിക്കുന്നറിയാമോ? അത് സഭയ്ക്ക് ക്ഷതമുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പൗലോസ് പറയുകയാണ്, യു നീഡ് ടു പ്രേ
ദാറ്റ് ഐ മേ ബി പ്രൊട്ടക്റ്റഡ്. എനിക്ക് പേടിയില്ല അവിടെയുള്ള യഹൂദന്മാർ എന്നെ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇതിനെക്കാട്ടി 100 കണക്കിനുള്ള ഇഷ്യൂസിനകത്തൂടെ ഞാൻ പോയിട്ടുണ്ട്. സോ ഫിസിക്കൽ ടോർമെൻ്റ് അല്ല അവിടെ പൗലോസിൻ്റെ പ്രശ്നം. ദുഷ്ടൻ പ്രൈസ് അലോർഡ് തൻ്റെ നിയോഗത്തെ തള്ളിക്കിടുമോ തകർക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിശാചായവൻ തന്നെ ബലഹീനപ്പെടുത്തുമോ എന്നുള്ളതാണ് തൻ്റെ പ്രാർത്ഥനയുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും പിശാചിന് ഒരു നിമിഷം മതി അവനെ കമത്തിയിടാനായിട്ട്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ കൂട്ടായ്മകളുടെയൊക്കെ പലയിടങ്ങളിലും പല തകർച്ചകളുണ്ടായപ്പോൾ മുൻപന്തിയിൽ നിന്ന അതിനുവേണ്ടി വളരെ മുൻപന്തിയിൽ നിന്ന ചിലരെ പിശാച് കയ്യിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ വലിയ ക്ഷതങ്ങളുണ്ടായ ചരിത്രം നമ്മുടെ സമീപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമകാലികതയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇൻ അവർ നിയർ കോണ്ടെക്സ്റ്റ്, ഇൻ അവർ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, വി കുഡ് ഹാവ് സീൻ ദാറ്റ് വെൻ Satan touches the leaders, അത് ചിലപ്പോൾ സഭയിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഛിദ്രിപ്പുണ്ടാക്കിക്കൊണ്ടായിരിക്കാം, ഡിവിഷൻസ് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം. ഏത് നിലയിൽ വേണേലും പിശാച് പ്രവർത്തിക്കും. അപ്പോൾ പിശാച് പ്രവർത്തിക്കാതെ അധികാരമോഹം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറി പിശാച് ലീഡേഴ്സിനെ അങ്ങ് കയ്യിലെടുത്താൽ ദാറ്റ് വുഡ് ബി എ ഡേഞ്ചർ ഫോർ ദി ചർച്ച്. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കാൻ ആർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭയെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർമാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കമ്മിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ചുമതലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാച് ഏത് നിമിഷവും ആരുടെ മനസ്സിനെയും കോട്ടിക്കളയാൻ എളുപ്പമാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷുഡ് കവർ ദം വിത്ത് ദി പവർ ഓഫ് ദി പ്രെയർ. പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരെ കവർ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ദ വെരി ഡീറ്റെയിൽ ദ മെറ്റീരിയൽ ഓഫ് ദാറ്റ് പ്രെയർ വാസ് ടു ഹി മൈറ്റ് ബി പ്രൊട്ടക്റ്റഡ്. പോൾ മൈറ്റ് ബി പ്രൊട്ടക്റ്റഡ്. അതായിരുന്നു ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, പോൾസ് വർക്ക് മൈറ്റ് ബി പ്രോസ്പേർഡ്. പൗലോസ് ചെയ്യുന്നത് ഒന്ന് വിശാലപ്പെടണം. പൗലോസ് ഇപ്പോൾ യെരുശലേമിലേക്ക് എന്തിനാണ് പോകുന്നത്? അവിടെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട്. ഞാൻ ഇന്ന് പകൽക്കാലമൊക്കെ ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് വളരെ ചിന്തനീയമായിട്ട് തോന്നിയൊരു വാക്കാണ്. അതിനകത്തൊരു വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്, അതായത് ദൈവശാസ്ത്ര 30-ാമത്തെ വാക്യം, യെരുശലേമിൽ ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം എന്ന് പറഞ്ഞാൽ, പൗലോസ് യെരുശലേമിലുള്ള ആളുകൾ കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പൗലോസ് അവർക്ക് സഹായവുമായിട്ട് ചെല്ലുമ്പോൾ ഈ സഹായം അവർക്കൊരു പ്രസാദമായി തീരണമെന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള അച്ചായന്മാരൊന്നും പറയല്ലേ, നിങ്ങളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് ഈ പണം കൊണ്ടൊക്കെ വന്നേക്കുന്നത് എന്ന് യെരുശലേമുള്ളവരാരും എന്ത് ചെയ്യരുത്, പറയരുത്. പറയാനുള്ള കാരണമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചിരുന്നല്ലോ, പൗലോസിൻ്റെ രീതികളോട് യെരുശലേമിലുള്ള പഴയ അപ്പോസ്തലന്മാർക്കൊന്നും അത്ര വലിയ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് പോട്ടെ, അവിടെയുള്ള കുറച്ച് ക്രിസ്ത്യൻസ് ആൾക്കാർക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ല. അതിൻ്റെ ടെൻഷൻസ്, ഇഷ്യൂസൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഇച്ചൂരുടെ വിജാതിയുടെ ഇടയിൽ ശുശ്രൂഷകനായിട്ടൊക്കെ പോയപ്പോൾ ആ വലിയ ഒരു അക്സെപ്റ്റൻസ് ആർക്ക് പൗലോസിന് യെരുശലേമിലില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പൗലോസ് ഈ കോൺട്രിബ്യൂഷനോട് എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെ ചെന്നങ്ങാനും ഇതൊന്നും ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ വേറെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പൗലോസിനുള്ളിലൊരു ഭയം. എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്നതൊക്കെ അവർക്കൊരു പ്രസാദത്തിന് കാരണമാകണം. കാരണം 2 ഉപദ്രവമുണ്ട്. ഒന്ന്, അവിശ്വാസികളായ യഹൂദന്മാർ നോക്കിയിരിക്കുക ഇവനെ പിടിക്കാനായിട്ട്. കൂട്ടത്തിൽ തന്നെ വിശ്വാസികളായിരിക്കുന്നവർക്ക് അല്പം ഒരു ചെറിയ ഒരു ഡിവിഷൻ, ഒരു ചെറിയ ഗ്യാപ്പ് പൗലോസും അവരും തമ്മിലുണ്ട്. ആ ഒരു ഗ്യാപ്പിനകത്ത് കയറി അവർക്കൊരു സന്തോഷമില്ലായ്മയൊന്നും ഉണ്ടാകരുത്, അവർക്കൊരു പ്രസാദമായി തീരണം. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി പ്രോസ്പറസ്. ഞാൻ ചെയ്യുന്നതില്ലാത്ത ഒരു വലിയ പ്രവൃത്തി കാണണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, അവിടെ അവിശ്വാസികളായുള്ളവരുടെ തടസ്സമുണ്ടാകരുത്. 2, അവിടെയുള്ള വിശ്വാസികളുടെ ഹൃദയമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ടിരിക്കണം.
അല്ലെങ്കിൽ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ ഒരു പ്രതിവാദത്തിലേക്ക് സംഗതി പോകരുത്. മൂന്നാമത്തെ വെരി ഡീറ്റെയിൽ ഇൻ ദാറ്റ് പ്രെയർ, ആ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഒരു വലിയ മെറ്റീരിയൽ അവിടെ പൗലോസ് പറയുകയാണ്. 31 വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടത്. സോ ഐ വുഡ് വിഷ് ടു കം ബാക്ക് ടു റോം. തിരിച്ച് വരണം. ആ തിരിച്ചു വരുന്നതിനകത്തൊരു കാര്യം കൂടെ പൗലോസ് ചേർത്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ മൂന്നാമത്തെ ആ പ്രാർത്ഥനയുടെ ഡീറ്റെയിൽ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. ഗോഡ്സ് വിൽ മൈറ്റ് പ്രിവെയിൽ. 3 ഡീറ്റെയിലുകളാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പൗലോസ് വെക്കുന്നത്. 1, താൻ സംരക്ഷിക്കപ്പെടണം. 2, താൻ ചെയ്യുന്ന വിഷയത്തിൽ അഭിവൃദ്ധി കാണണം ധനശേഖരവുമായിട്ട് പോകുമ്പോൾ. 3, താൻ ചെയ്യുന്നതിനകത്ത് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടണം. സോ ഇൻ അവർ ഇൻ്റർസെസറി പ്രയർ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെ ഡീറ്റെയിൽ ഈ 3 കാര്യങ്ങളായിരിക്കണം. ഒന്നെന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പോരാട്ടത്തിന് വേണ്ടിയുള്ളതാകയാൽ സംരക്ഷണം നമ്മുടെ പ്രാർത്ഥനയുടെ വലിയൊരു പാർട്ടായിരിക്കണം. നമ്മളെ നയിക്കുന്നവർ, നമ്മളെ ഉപദേശിക്കുന്നവർ, അവരുടെ സംരക്ഷണം നമ്മുടെ പ്രാർത്ഥനയിൽ വഹിക്കേണ്ടതാണ്. 2, ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രിയപ്പെട്ടവർ ചെയ്യുന്നതിനകത്തൊരു അഭിവൃദ്ധി ഉണ്ടാകണം, മുഖാന്തരങ്ങൾ തുറക്കപ്പെടണം, വഴികൾ തുറക്കപ്പെടണം. 3, ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. ദൈവഹിതമല്ലാത്തതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നേടിയിട്ട് അതിനകത്ത് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുക്കപ്പെടണം. അപ്പോൾ രണ്ടാമത്തെ വിഷയം, ദ വെരി ഡീറ്റെയിൽ ഇൻ പ്രയർ. പോൾ വാണ്ടഡ് ഹിസ് പീപ്പിൾ ടു പ്രേ ദാറ്റ് പോൾസ് വാക്ക് മൈറ്റ് ബി പ്രൊട്ടക്റ്റഡ്. തൻ്റെ യാത്രകൾ സംരക്ഷിക്കപ്പെടണം. 2, പോൾസ് വർക്ക് മേ ബി പ്രോസ്പെറസ്. താൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം? വിശാലപ്പെടണം. 3, ഗോഡ്സ് വിൽ മൈറ്റ് ബി പ്രിവെയിൽഡ്. ദൈവത്തിൻ്റെ ഹിതം നിലനിൽക്കണം. ദൈവഹിതമില്ലാത്തതൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഡിസ്പ്ലേയിൽ വരാത്തതുകൊണ്ട് തന്നെ ഒന്നുകൂടെ പറയാം. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഒന്നുകൂടെ പറയാം. ഇൻ്റർസെസറി പ്രയറിൻ്റെ ഡെലിജൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉത്സാഹം എന്ന് പറയുന്നത്, ദ വെരി മോട്ടീവ്, എന്തിനു വേണ്ടി എന്നുള്ളത്, ദ വെരി മിനിസ്ട്രി, എങ്ങനെ ചെയ്യുന്നു, പോരാടിക്കൊണ്ട് ചെയ്യുന്നതിനകത്താണ് അതിൻ്റെ ഉത്സാഹം, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉത്സാഹം. രണ്ടാമത്തത്, പ്രൈസ് ദി ലോർഡ്, ഈ പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന്, പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിനകത്തു നിന്ന് പറയുന്നത്, 1, തൻ്റെ സംരക്ഷണം, 2, തൻ്റെ ശുശ്രൂഷയുടെ അഭിവൃദ്ധി, 3, ദൈവത്തിൻ്റെ ഹിതം നിലനിൽക്കണം. ഇതെല്ലാം പ്രാർത്ഥിക്കാൻ പറയുന്നത് ഒരു സഭയുടെ ശുശ്രൂഷ വൃന്ദന്മാരോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ശുശ്രൂഷകനോ പ്രിയപ്പെട്ടവരോ ദൈവദാസന്മാരോ സഭയിൽ പ്രഘോഷിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾ വിശാലപ്പെടണമെങ്കിൽ, പ്രാർത്ഥനയുടെ ഒരു കവറിങ് ദൈവജനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. 3, ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നതും ആ പ്രാർത്ഥന. ഇനി 3 കാര്യം കൂടെ പറയാം, അവസാനത്തെ കാര്യം. ഇതെല്ലാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ പൗലോസ്, അല്ലെങ്കിൽ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഡിലൈറ്റ്. 3 പദങ്ങൾ ഇന്ന് രാത്രിയിൽ ഓർക്കണം. ഡെലിജൻസ്, ഡീറ്റെയിൽ, 3 ഡിലൈറ്റ്. അതിനകത്തെ ആനന്ദമെന്ന് പറയുന്നത്, പൗലോസ് ഈ പ്രാർത്ഥിക്കാനൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും അവസാനം പൗലോസ് പറയുകയാണ്, ഇത്രമാത്രം ടെൻഷൻ നിറഞ്ഞ പൗലോസ് അത്രയും കാര്യം പറഞ്ഞിട്ട്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നോക്കിക്കേ, 30 വാക്യത്തിൽ വായിക്കുന്നത്, യഹൂദയിലെ അവിശ്വാസികളിൽ നിന്ന് യാതൊന്നും ഉണ്ടാകാൻ പാടില്ല, അവരിൽ നിന്ന് രക്ഷിക്കേണ്ടതിനും കൊണ്ടുപോകുന്ന സഹായം അവിടെയുള്ള വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം. ഇത്രയും ടെൻഷൻ തൻ്റെ ഉള്ളിലുണ്ട്. 3, തിരിച്ചു വരുമ്പോൾ അവരോടൊപ്പം ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. തൻ്റെ മുൻപിലുള്ള ദൈവഹിതത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മുന്നിൽ ആശങ്ക നിറഞ്ഞ പൗലോസ് പറയുമ്പോഴും അവസാനം പറയുകയാണ്,
ഞാനിതെല്ലാം അങ്ങ് ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവസാനം എനിക്ക് പറയാനുള്ള കാര്യം, പ്രൈസ് ദി ലോർഡ്, റെസ്റ്റ് ഇൻ ദി പീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമാധാനത്തിൽ അങ്ങ് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ട് കൊള്ളുക എന്ന് പറയുന്നത് പോലെ, ഇതെല്ലാം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇതൊക്കെ പറഞ്ഞാലും അതും ആ പ്രാർത്ഥനയുടെ അവസാനം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനത്തിൻ്റെ അവസാന വാക്കായിട്ട് തന്നെ ഞാൻ അതിനെ കരുതുകയാണ്. I have committed these matters in the hands of the God and I am at rest. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. പ്രേസ് എന്തിനു വേണ്ടി? പ്രൈസ് ദി ലോർഡ്. I am at rest believing that you would do everything rest for me. എനിക്ക് വേണ്ടി നീ എല്ലാം ചെയ്യുമെന്നുള്ള ഒറ്റമ ബോധ്യമുള്ളത് കൊണ്ട് I have a peace. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ നാം കഴിക്കുമ്പോൾ പിന്നീട് വാടിയ മുഖത്തോടെ വ്യാകുലപ്പെട്ട് ഇരിക്കാനായിട്ടല്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഓഫീസിലോട്ട്, ദൈവത്തിൻ്റെ കയ്യിലോട്ട് ഒരു വിഷയം ഏൽപ്പിച്ചിട്ടുണ്ട്. സോ നൗ ഓൺവേർഡ്സ് ഐ വിൽ ലീവ് വിത്ത് പീസ്. സമാധാനത്തോടെ ഞാനിരിക്കും. അവിടെ രണ്ട് കാര്യമുണ്ട് പറയുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഫസ്റ്റ് ഈസ് ദർ ഈസ് എ റെസ്റ്റ് ഇൻ പീസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ ഒരു സമാധാനമുണ്ട്. പൗലോസ് യെരുശലേമിലേക്കാണ് പോകുന്നതെന്ന് ഓർക്കണം. അവിടെ ചെല്ലുമ്പോഴുള്ള സിറ്റുവേഷൻ തനിക്ക് വളരെ ഭയാനകമാണ്. എന്നാൽ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു. ദൈവം നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്നുള്ളതിൻ്റെ ഉത്തമ ബോധ്യത്തിനകത്തുനിന്ന് വരുന്ന കോൺഫിഡൻറ്റ് നിറഞ്ഞവരുടെ വാക്കാണ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്കറിയത്തില്ല എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല, ഞാൻ പേടിച്ചാൽ പോകുന്നതെന്നല്ല പൗലോസ് പറഞ്ഞ് നിർത്തുന്നത്. പൗലോസ് പറഞ്ഞ് നിർത്തുന്നത്, ദ ഗോഡ് ഓഫ് പീസ് ഈസ് വിത്ത് മീ. റെസ്റ്റ് ഇൻ ദ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമാധാനത്തിലായിരിക്കുക. പ്രിയപ്പെട്ടവരെ, വെൻ യു ഹാവ് പ്രേയ്ഡ്, റെസ്റ്റ് ഇൻ പീസ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വ്യാകുലപ്പെട്ടിരിക്കേണ്ട. എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരുന്നു അതിലും ഭേദം. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നൗ റെസ്റ്റ് ഇൻ പീസ്. വളരെ സമാധാനത്തോടിരിക്കുക. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എങ്കിൽ യു നീഡ് ടു റെസ്റ്റ് ഇൻ ദ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമാധാനത്തിൽ വിശ്രമത്തിലിരിക്കുക. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, റെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അവിടെ പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നൗ ദ ഗോഡ് ഓഫ് പീസ് വിത്ത് യു ഓൾ. സോ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ പീസ്, റെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഇരിക്കുക. ഇതാർക്കാ പറയാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളെയും പ്രതിശോധനകളെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ നടുവിൽ വളരെ ശക്തിയോടെ നിലനിൽക്കുന്നവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. സോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സ്പഷ്ടമായി ഒന്നുകൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വൈ വി നീഡ് ടു പ്രേ. നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർസെസറി പ്രെയർ. ദിസ് ഈസ് ബിക്കോസ് diligence in prayer. Prayer warriors should be diligent in prayer. And the motive behind that prayer, അതിൻ്റെ പിന്നിലെ ചേതോ വികാരം, for the sake of Jesus' glory, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, and also for the spirit, also for the love of the spirit, ദൈവജനത്തിനോടുള്ള സ്നേഹനിമിത്തം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അതിൻ്റെ പിന്നിലെ how it is ministered, and the ministry behind the prayer, it is striving, engaging in a direct spiritual wrestling, spiritual warfare. രണ്ടാമത്തെ മറ്റൊരു കാര്യം, the detail in the work of ministries prayer or missionaries prayer. Praise. ഒന്ന്, hallelujah, walk, our walk might be protected. എൻ്റെ നടപ്പ് സംരക്ഷിക്കപ്പെടണം, എൻ്റെ പ്രവൃത്തികൾ അഭിവൃദ്ധിപ്പെടണം, എൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഹിതം നിറവേറ്റപ്പെടണം. അവസാനത്തെ ആണ് ഡിലൈറ്റ് ഇൻ പ്രെയർ.
ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസ്ഥലൊന്നും സമർപ്പിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ,